ഇന്ന് യുവലോകത്തില് ജീസസ് യൂത്തിന് ചെയ്യാൻ പറ്റുന്നത് പോലെ വേറെ ആർക്കും ചെയ്യാൻ ഞാൻ കാണുന്നില്ല. സ്റ്റാർട്ടിങ് 1985 അന്ന് ഞാൻ ഇരിഞ്ഞാലക്കുട സെമിനാർ റെക്ടർ ആയിരുന്ന കാലം മുതലേ ജീസസ് യൂത്തിലുണ്ട്. അതിന് ഒത്തിരി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. 90 മുതല് വളരെ ആക്റ്റീവായിട്ട് കേരളത്തിലെ ജീസസ് യൂത്തിനെ പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നത്തെ ലീഡേഴ്സൊക്കെ നല്ല പരിചയമുണ്ട്. ഒരുപാട് ഫോർമേഷൻ കോഴ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2001 വരെ കേരളത്തില് പ്രവർത്തിച്ചു. പിന്നെ കാനഡയ്ക്ക് മൂവ് ചെയ്തപ്പോ കാനഡയിലാണ് നമ്മൾ വേൾഡ് യൂത്ത് ഡേ വന്നപ്പോ അവിടെ വെച്ചിട്ടാണ് ഗ്ലോബൽ ജീസസ് യൂത്ത് ഫോം ചെയ്തത്. അപ്പൊ അതിൽ അന്നത്തെ 2 പാസ്റ്റേഴ്സാണ് ഉണ്ടായിരുന്നത്. അതിലൊരാൾ ഞാനായിരുന്നു. കാനഡയിൽ ജീസസ് യൂത്ത് ആരംഭിക്കാനും ഒരു അവസരം കിട്ടിയായിരുന്നു. പിന്നെ ഞാൻ അവിടെ 7 കൊല്ലം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു 7 കൊല്ലം ഇംഗ്ലണ്ടിലായിരുന്നു. ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം അതിരൂപതയിലായിരുന്നു. അവിടെയും നമ്മൾ ജീസസ് യൂത്തിന്റെ കെയർ ഓഫിലാണ് ഞാൻ ഇംഗ്ലണ്ടിൽ പോയത് തന്നെ. അങ്ങനെ അവിടെയും 7 കൊല്ലം ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ലവ് ബിയോണ്ട് ബോർഡേഴ്സ് നമുക്ക് തന്നെ ഒരു കോൺഫറൻസുകളൊക്കെ ഒത്തിരി സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇന്റർനാഷണൽ ട്രെയിനിങ്ങിന് തായ്ലൻഡ് ഞാൻ പ്രാവശ്യം പോകാറുണ്ട്. അങ്ങനെ എനിക്ക് കുറെ കറങ്ങി കൂടെ എത്തി. അപ്പൊ എനിക്ക് തോന്നിയ ഒരു കാര്യം, നിങ്ങളോട് അധികം പോകാൻ പോവാണെന്ന് എനിക്ക് അറിയാം. വി ഡോണ്ട് ഹാവ് മച്ച് ടൈം ടുഡേ. എന്നാലും എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇപ്പോ ഇന്ന് യുവലോകത്തില് ജീസസ് യൂത്തിന് ചെയ്യാൻ പറ്റുന്നത് പോലെ വേറെ ആർക്കും ചെയ്യാൻ ഞാൻ കാണുന്നില്ല. അപ്പൊ നിങ്ങൾക്കൊരു പ്രത്യേകമായ റോളാണ് നിങ്ങളുള്ളത്. ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. യൂത്തിൽ തന്നെ ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇനിയും ഒരുപാട് തിരി കത്തി നിൽപ്പുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഞാനിപ്പോ ഓസ്ട്രേലിയ പോയിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ ഒരു മാസം ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു. അവിടെ ഞാൻ കണ്ടു, പല ഗ്രൂപ്പിലും പോയായിരുന്നു. അവിടെയൊക്കെയും ജീസസ് യൂത്ത് കാര്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ചിലർ പറയും ഇപ്പൊ അത് കുറച്ച് താന്നു പോയി. അത് ഈ ലോകത്തിന്റേതായ ഒരുപാട് പ്രത്യേകങ്ങൾ, ഈ മോഡേൺ ഇറ, ഇന്റർനെറ്റ് വേൾഡ്, ഒരുപാട് മീഡിയ ഇൻഫ്ലുവൻസ് ഒക്കെ വന്നിട്ട് നമ്മുടെ യുവജനങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും എന്തെങ്കിലും ഒരു ചെറിയ പ്രകാശം കത്തിച്ചു വെച്ച് കേൾക്കാൻ പറ്റുന്നത് അത് ജീസസ് യൂത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റ് യുവജനങ്ങളേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ലാംഗ്വേജ്, ഒരു പവർ, ഒരു ഇനിഷ്യേറ്റീവ് ഉള്ളത് ജീസസ് യൂത്തിനാണെന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താലും അത് എത്ര ഉപകാരമായിരിക്കും. അടുത്ത കുറെ തലമുറകൾക്ക് അത് ഒരു ഉപകാരമായിരിക്കും. ഞാൻ ഓർക്കുന്നത് 1980s, 1990s, 2000 those years, ആ വർഷങ്ങളിലൊക്കെ നമുക്ക് മുന്നേ പോയ ജീസസ് യൂത്ത് അത് ചെയ്തതിന്റെ ഒരുപാട് ഫലങ്ങളാണ്, ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് ആണ് അത് നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രസക്തി ഉണ്ട്. നിങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റുക. എവിടെ ആയിരിക്കുന്നവൾ യേശുവിന് സാക്ഷിയായി തീരുക. അതിന് അടുത്ത തലമുറ തീർച്ചയായിട്ടും പറഞ്ഞു, ഇന്ന് നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യും? നമുക്കായിട്ട് ആരാണ് എനിക്കായിട്ട് പോവുക എന്ന് ഈശോ നമ്മൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം പറയുന്നത് ഞാൻ പോകും. അപ്പൊ നിങ്ങൾ ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിന് വലിയ പ്രസക്തിയുണ്ട്. നമുക്കിപ്പോ ഞാൻ ഇത്രയും കൊല്ലം ജീസസ് യൂത്തിന്റെ പുറകിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അന്നത്തെ ആളുകൾ ചെയ്തതിന്റെ നല്ല ഫലങ്ങളാണ് ഇന്ന് ഇത്രയും ആളുകളെ എവിടെ ചെന്നാലും. ഞാൻ ഇംഗ്ലണ്ടിലായിരുന്നപ്പോ ഞാൻ പോളണ്ട്, ജർമ്മനി അവിടെയൊക്കെ പോയത്. അവിടെയൊക്കെ മലയാളികളൊന്നുമല്ല, ജർമ്മൻസ് അല്ലെങ്കിൽ പോളണ്ടില് പോളിഷ് പീപ്പിൾ, അവരൊക്കെ ജീസസ് യൂത്ത് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആഫ്രിക്കയിലുള്ള ലോക്കൽ ആയിട്ടുള്ള ആളുകളിൽ പോലും നമുക്ക് സ്വാധീനം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഈ കേരളത്തിൽ നിന്ന് ആരംഭിച്ച് പടർന്ന് വികസിച്ച ഈ ഒരു മുന്നേറ്റം ലോകത്തിന്റെ പല ഭാഗത്തും ഇന്നും സുവിശേഷ വേല ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കും അഭിമാനിക്കാം, എനിക്കും അഭിമാനിക്കാം. ഞാൻ അതിന്റെ പുറകെ ഓടിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്ക് ഒരു ദൗത്യം, ഞാനിപ്പോ 81 വയസ്സായി. എനിക്ക് ഈ 81 വയസ്സിൽ ഞാനിങ്ങനെ പോകാനൊരു കാരണം, ഇതൊരു ദൗത്യം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞാനത് ചെയ്യുന്നില്ലെങ്കിൽ വേറെ ആരില്ല പകരം. എവരി ഇൻഡിവിജ്വൽ ഈസ് യുണീക്. No one is to replace the person. So you are a unique person. അപ്പൊ നിങ്ങൾക്ക് പകരം വയ്ക്കാൻ വേറെ ആളില്ല.